തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി.ജെ.പി. സ്ഥാനാർത്ഥി ആർ ശ്രീലേഖ പുറത്തുവിട്ട വ്യാജ പ്രീപോൾ സർവേ ഫലം നിർമ്മിച്ചത് ബി.ജെ.പി. ഓഫീസിൽ തന്നെ. സർവേ ഫലം പ്രചരിപ്പിച്ചതിന്റെ സ്ക്രീൻഷോട്ട് മീഡിയ വണ്ണിന് ലഭിച്ചു. വോട്ടെടുപ്പ് ദിനത്തിൽ വ്യാപകമായി സർവേ ഫലം പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. ബി.ജെ.പി. സ്ഥാനാർത്ഥി ആർ ശ്രീലേഖ ഇതേ വിവരങ്ങളാണ് സാമൂഹിക മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തതും. ബി.ജെ.പിയുടേത് ചട്ടലംഘനമാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയെടുക്കുമെന്നാണ് പ്രതീക്ഷയെന്നും വി ശിവൻകുട്ടി പ്രതികരിച്ചു. അത് ബി.ജെ.പി. തയ്യാറാക്കിയ പ്രീ പോൾ പോസ്റ്റ് തന്നെയാണ്. അത് ശ്രീലേഖ മുഖാന്തരം പുറത്തുവിട്ടതാണ്. അത് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമാണ്. ഇലക്ഷൻ കമ്മീഷൻ നടപടി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ആ പ്രീ പോളിൽ ഇപ്പം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് വസ്തുതയായിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷേ തെരഞ്ഞെടുപ്പിൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ചപ്പോൾ തന്നെ ജനങ്ങളെ സ്വാധീനിക്കുന്നതിന് വേണ്ടി ആണ് അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനം അവർ നടത്തിയിരിക്കുന്നത്. മറ്റാര് ചെയ്യുന്ന കുറ്റത്തേക്കാൾ ഗൗരവമുള്ള കുറ്റമാണ് ശ്രീലേഖ ചെയ്തിരിക്കുന്നത്. വിജിൻ ബായാന്തോട് വിശദാംശം നൽകും. വിജിൻ, അന്നേ ദിവസം ഇവർ പോസ്റ്റ് ചെയ്യുകയും പിന്നീട് പ്രചരിപ്പിക്കുകയും ചെയ്ത ആ സ്ക്രീൻഷോട്ട് അത് ബി.ജെ.പി. ഓഫീസിൽ വെച്ച് തന്നെ നിർമ്മിക്കപ്പെട്ടതാണെന്ന് കൂടി വ്യക്തമാകുമ്പോൾ ഇനി ഇലക്ഷൻ കമ്മീഷന്റെ നീക്കങ്ങൾ എങ്ങനെയായിരിക്കും, നടപടികൾ? സൈഫുദ്ദീൻ, ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടന്ന 1-ാം തീയതി രാവിലെയാണ് ശ്രീലേഖ ഇങ്ങനെയൊരു പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. ശ്രീലേഖ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ശാസ്ത്രമംഗലത്തിലെ സ്ഥാനാർത്ഥി കൂടിയാണ് ബി.ജെ.പിയുടെ. ആ ബി.ജെ.പി 65ഓളം സീറ്റുകൾ നേടി വലിയ മുന്നേറ്റമുണ്ടാക്കും എന്നുള്ള തരത്തിൽ നിർമ്മിക്കപ്പെട്ട ഒരു കാർഡാണ്, അതായത് സോഷ്യൽ മീഡിയ കാർഡാണ് അവർ പ്രചരിപ്പിച്ചത്. അതിൽ C4 എന്നുള്ള ഒരു സർവേ ഏജൻസി നടത്തിയ സർവേ ഫലമാണ് ഇത് എന്നുള്ള നിലയിലായിരുന്നു പ്രചരണം. ഈ തരത്തിൽ തന്നെ വിജയമുണ്ടാകും എന്നുള്ളതായിരുന്നു ആ പോസ്റ്റിൽ അവർ കുറിപ്പിട്ടത്. ശേഷം LDF-ഉം ഒപ്പം തന്നെ കോൺഗ്രസും ഒക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുകയും മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിഷയത്തിൽ ഇടപെടുകയും ചെയ്തതോടുകൂടിയാണ് ശ്രീലേഖ ആ പോസ്റ്റ് പിൻവലിച്ചത്. ഈ പോസ്റ്റ് ഏത് കേന്ദ്രത്തിൽ നിന്നാണ് ഇങ്ങനെ ഒരു സർവേ നടത്തിയത് എന്ന തരത്തിലുള്ള ചർച്ച ആ ഘട്ടത്തിൽ തന്നെ വന്നതാണ്. അധികമൊന്നും പ്രചരിക്കാത്ത തരത്തിൽ ഉള്ള ഒരു പോസ്റ്റായിരുന്നു, പൊതു സമൂഹത്തിൽ പ്രചരിക്കാത്ത, പക്ഷേ ബി.ജെ.പി. നേതാക്കൾക്കിടയിൽ പ്രചരിച്ചുകൊണ്ടിരുന്ന ഒരു പോസ്റ്റാണ്. അങ്ങനെ ഒരു സർവേ നടത്തിയ ഏജൻസി പോലും നിലവിലില്ല. അതാണ് ആ അന്വേഷണമാണ് നിലവിലിപ്പോൾ ബി.ജെ.പി. തന്നെ വ്യാജമായി തയ്യാറാക്കിയ ഒരു സർവേ ഫലമായിരുന്നു അത് എന്ന കണ്ടെത്തലിലേക്ക്, എന്ന നിഗമനത്തിലേക്ക് എത്തുന്നത്. അതിന് ഉദാഹരണമായ കാര്യം തന്നെയാണ് നിലവിൽ ബി.ജെ.പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പങ്കുവച്ച സോഷ്യൽ മീഡിയയിലൂടെ പലർക്കും പ്രചരിപ്പിച്ച ആ പോസ്റ്റിന്റെ സ്ക്രീൻഷോട്ട് നമ്മൾ പുറത്തുവിടുകയും ചെയ്യുന്നത്. ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ S. സുരേഷ് പങ്കുവച്ച പോസ്റ്റാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹം വാട്സപ്പിലൂടെ പലർക്കും അത് അയച്ചു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ബി.ജെ.പി. ഓഫീസിൽ നിന്ന് തന്നെ ഉണ്ടാക്കി ബി.ജെ.പി. തന്നെ തെരഞ്ഞെടുപ്പ് ആളുകളെ സ്വാധീനിക്കാൻ തെരഞ്ഞെടുപ്പിൽ വ്യാജമായി ഇങ്ങനെയൊരു കാർഡ് ഉണ്ടാക്കി പ്രചരിപ്പിച്ചതാണ് എന്ന കാര്യം വ്യക്തമാകുന്ന നിലയിലാണ് നിലവിലെ സ്ക്രീൻഷോട്ട് ഉള്ളത്. അതിൽ കൂടുതൽ ആളുകളിലേക്ക് ഇങ്ങനെ എത്തിക്കുകയും അവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന നിലയിലേക്ക്, വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന നിലയിലേക്ക് കോർപ്പറേഷനിൽ വലിയ മുന്നേറ്റം ബി.ജെ.പി. ഉണ്ടാക്കും എന്നതാണ് ഇങ്ങനെ ഒരു സർവേ ഫലം ഉണ്ടാക്കാനുള്ള കാരണം എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. എന്തായാലും ബി.ജെ.പി. ഓഫീസിൽ നിന്ന് തന്നെ നിർമ്മിച്ച് കൂടുതൽ ആളുകളിലേക്ക് പ്രചരിപ്പിച്ച പോസ്റ്റാണ് എന്ന നിലവിൽ S. സുരേഷ് തന്നെ പങ്കുവച്ചിരിക്കുന്ന, പ്രചരിപ്പിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന സ്ക്രീൻഷോട്ടിൽ നിന്ന് വ്യക്തവുമാണ്. എന്തായാലും മന്ത്രി വി ശിവൻകുട്ടി തന്നെ നിലവിൽ വ്യക്തമാക്കിയത് ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി സ്വീകരിക്കണമെന്നാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ തന്നെ സൈബർ പോലീസിന് ഇക്കാര്യത്തിൽ അന്വേഷണ റിപ്പോർട്ട് നൽകാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് ലഭിച്ചാൽ തെരഞ്ഞെടുപ്പിന് ശേഷം നടപടി സ്വീകരിക്കുമെന്നുള്ളതാണ്. ഇങ്ങനെ സ്ഥാനാർത്ഥി തന്നെ പ്രീപോൾ സർവേ അത് തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്നതിന് മുമ്പ് പുറത്തുവിട്ടാൽ അത് ചട്ടലംഘനമാണ്, തെരഞ്ഞെടുപ്പിന്റെ ചട്ടലംഘനമാണ്. ഒപ്പം തന്നെ അയോഗ്യത കൽപ്പിക്കാൻ പോലും പാകത്തുള്ള കുറ്റവുമാണ്. അങ്ങനെ ഒരു മുൻ IPS ഓഫീസറായിട്ടുള്ള ശ്രീലേഖ തന്നെ ഇക്കാര്യത്തിൽ അവർക്ക് ഇങ്ങനെ ചട്ടങ്ങളൊക്കെ അറിയുന്ന ഒരാൾ തന്നെ പങ്കുവച്ചത് അത് സ്വാഭാവികമായും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമായിരുന്നു. ആ തെറ്റിദ്ധാരണ ഉണ്ടാക്കാനുള്ള നീക്കം നടത്തിയത് അത് ബി.ജെ.പി. സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നിന്ന് തന്നെയാണ് എന്നുള്ള കാര്യമാണ് നിലവിലിപ്പോൾ വ്യക്തമാകുന്നത്. സൈഫുദ്ദീൻ.